ഹായ് നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് EDCക്ക് വെബ്സൈറ്റ് വഴി ചെയ്യുന്ന കൈവശ സർട്ടിഫിക്കറ്റിന് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്നുള്ളതാണ്. കൈവശ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 ഡോക്യുമെൻറ്റുകളാണ്. ഒന്ന് ആധാർ കാർഡ്, അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ്. അതേപോലെ തന്നെ നമ്മൾ ഏത് സ്ഥലത്തിന് വേണ്ടിയാണോ കൈവശ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നികുതി റെസിപ്റ്റ്, അതായത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നിർബന്ധമായിട്ടും വേണം. അതേപോലെ നമ്മൾ ഏത് സ്ഥലത്തിൻ്റെതാണോ അപേക്ഷ കൊടുക്കുന്നത്, കൈവശത്തിന് അപേക്ഷ കൊടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ്, അതായത് ആധാരം. ആ ആധാരത്തിൻ്റെ ഇപ്പം ആധാരത്തിന് 10 പേജ് ഉണ്ടെങ്കിൽ 10 പേജും നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ PDF-ലാണ് സ്കാൻ ചെയ്യേണ്ടത്. PDF-ൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 100 KB ആയിരിക്കണം. അതേപോലെ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 10 പേജസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പേജും 100 KB സ്കാൻ ചെയ്തതിന് ശേഷം ഈ മർജ് PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ PDF മർജ് എന്നുള്ളത് ഹെഡിങ് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ PDF എല്ലാ പേജുകളും ഒരുമിച്ച് മർജ് ചെയ്യാനുള്ളൊരു സൈറ്റ് കിട്ടും. ആ സൈറ്റ് വഴി നമുക്ക് മർജ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പേജും അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ 10 പേജുള്ള ഡോക്യുമെൻ്റ് ആധാരം മർജ് ചെയ്തിട്ട് അതും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, PDF ആയിരിക്കണം, 100 KB കൂടാനും പാടില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.